പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ഒറ്റക്കായും കൂട്ടായും. അതിൽ ചിലത് ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട്, മറ്റു ചിലത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ തുടക്കത്തിലെ തന്നെ പരാജയം സംബന്ധിച്ച് പിന്മാറിയിട്ടുണ്ട്. എന്നാൽ പല പ്രതിബന്ധങ്ങൾക്കിടയിലും അതൊക്കെ തരണം ചെയ്ത് ഒരു സംരംഭം വിജയിപ്പിച്ച ഒരു വ്യക്തിയെ മാത്രമല്ല, വ്യക്തിയെയും വ്യക്തിയുടെ ഭാര്യയെയും, ദമ്പതി എന്ന് പറയാം, അവരെയാണ് ഇന്ന് നാട്ടകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വ്യക്തിയുടെ പേര് പ്രവീൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മയ്യിലും ചുറ്റുപാടുമുള്ളവർക്ക് അറിയാമായിരിക്കും, പക്ഷേ മയ്യിലിന് പുറത്തുള്ളവർക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംരംഭത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, ഹോട്ടൽ സൂൺ. മയ്യിൽ ചെക്കിയാട്ടുകാവിലുള്ള ഒരു ലാൻഡ്മാർക്ക് തന്നെയായി ഇപ്പോൾ ഹോട്ടൽ സൂൺ മാറിയിട്ടുണ്ട്. അത് തുടങ്ങിയത് എങ്ങനെയാണെന്നും എന്തൊക്കെ പ്രതിസന്ധികളാണ് തരണം ചെയ്യേണ്ടി വന്നത് എന്നുമൊക്കെ നമുക്ക് ഇവരിൽ നിന്ന് കേൾക്കാം. സ്വാഗതം. നമ്മുടെ ഈ ഹോട്ടൽ സൂൺ മയ്യിലിൻ്റെ പുറത്തുമൊക്കെ ആളുകൾ അറിയപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എന്ന് തന്നെ പറയാം. കാരണം പലരും യാത്ര ചെയ്ത് വരുമ്പോൾ ഈ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നീട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹോട്ടൽ സൂൺ അറിയാം, അതിൻ്റെ ക്യാഷ് കൗണ്ടറിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന പ്രവീണിനെ അറിയാം, ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഭാര്യയും അറിയാം. പേര് അഷിത. രണ്ടുപേരെയും അറിയാം. പക്ഷെ നമ്മൾ ഈ പുറമേ നിന്ന് ഇപ്പോൾ കാണുന്നത് പോലെ അല്ലല്ലോ, അതൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? ഇതിൽ മുൻപരിചയം ഉണ്ടായിരുന്നു? ഈ ഹോട്ടൽ രംഗത്ത് മുൻപരിചയം ഉണ്ടായിരുന്നു? അത് പറയുമ്പോൾ പിന്നെ ഞാനൊരു സഹകരണ മേഖലയിലാണ് പ്രവർത്തിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്നില്ല ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഈ രംഗത്തേക്ക് വരുന്നത് 2017 അങ്ങനെ വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് കേറ്ററിംഗാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. കേറ്ററിംഗ് അത് വളരെ ചെറിയ പരിപാടിയാണ്, നമുക്കറിയാലോ. ആദ്യം ഇതൊന്ന് പിന്നെ ജനങ്ങളെ ഏറ്റെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഏറ്റവും ചെറിയ തോതിൽ ഭക്ഷണത്തിന് ഓർഡർ ചെയ്താൽ കൊണ്ടുപോയി കൊടുക്കും. അതെ. വീട്ടിൽ വേക്കിലൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു നാമമാത്രമായ ഇപ്പം മരിച്ച ചടങ്ങ്, ബർത്ത്ഡേ, അങ്ങനെയുള്ള ചെറിയ 30 ആളത് 20 ആളത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ തന്നെ. വീടിനോട് ചേർന്നിട്ട് വെളത്ത് ഒരു 30 ആള് പരിപാടി ആദ്യമായിട്ട് തുടക്കം ഒരു 30 ആള് പരിപാടിയാണ് ആദ്യം. ഒന്നിച്ച് ആരൊക്കെ ഉണ്ടായിരുന്നു? ഒന്നിച്ച് നമ്മൾ കുടുംബം മാത്രം. അന്നേരം ആവശ്യത്തിന് നമ്മൾ ആളെ വിളിക്കുക ചെയ്യാം. ഷെഫിനെ ഏത് മേഖലയിലെ ഭക്ഷണമാണ് ആ മേഖലയിൽ പ്രാഗൽഭ്യമുള്ളവരെ വിളിക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം 1 വർഷം കൊണ്ട് തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക മേഖലകളിലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കാറ്ററിംഗ് നടത്തി കൊണ്ടുപോയിട്ടുണ്ട്. നല്ല സ്വീകാര്യതയാണ് കിട്ടിയത്. അന്ന് ഇതിന്റെ പേരെന്തായിരുന്നു? സൂൺ തന്നെ. അപ്പോൾ പിന്നെ ആ ഒരു സ്വീകാര്യത, അതായത് ഭക്ഷണം മനുഷ്യരാശിയുള്ളിടത്തോളം കാലം വേണമല്ലോ. അപ്പോൾ അതിൽ എന്തായാലും ഒരു പിന്നോട്ടടി സംഭവിക്കില്ല എന്നുള്ള കണക്കാണ് ഞാൻ അതിൽ തന്നെ മുറുകെ പിടിച്ചത്. അപ്പോൾ വീട്ടിൽ ചെയ്തു വരുന്നതിന്റെ പരിമിതി ഉണ്ട് നമുക്ക്. ഷെഫ് വരുന്നത്, അതുപോലെ തന്നെ വീട്ടില് പിന്നെ മാലിന്യത്തിന്റെ പ്രശ്നങ്ങൾ, ആലൊക്കെ തടുത്തെടുത്തലും കുറച്ച് കൂടി വരുമ്പോൾ നമ്മള് പിന്നെ ഇതിനെ വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് പല സ്ഥലങ്ങളും നമ്മൾ ഹോട്ടലിൽ അന്വേഷിച്ച്. ഇതിനോട് അനുബന്ധിച്ചൊരു ഹോട്ടലും കൂടി ആയാൽ കുറച്ചും കൂടി ഭംഗിയാവുന്നില്ല എനിക്ക് നമ്മൾ അന്വേഷിക്കുകയും പിന്നെ 1-2 സ്ഥലത്ത് നമ്മൾ തുടങ്ങുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പൊട്ടുപോയത് നമ്മൾ വിചാരിച്ച സ്ഥലത്താണ്. അതെ. അങ്ങനെയാണ് നമ്മൾ ഈ ചെക്കാട്ട് മയില് പാടിക്കൊന്നില്. അപ്പോ പിന്നെ അങ്ങനെയാണ് നമ്മൾ ചെക്കാട്ട് എത്തിച്ചേരുന്നത്. ഒരു ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളത് എടുക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ ഹോട്ടലിൽ 1-2 തുടങ്ങി, അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നിർത്തിക്കളിയാന്ന് തോന്നാതെ, അങ്ങനൊരു നിരാശ ഒന്നും തോന്നാതെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മേഖലയും കൂടിയാണല്ലോ. പിന്നെ മുന്നോട്ട് പോകേണ്ട ഒരു പ്രചോദനം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതാണ്. ആ സമയത്ത് ഈ സാമ്പത്തിക സഹായം അങ്ങനെ എന്തെങ്കിലും പുറമേന്നുള്ള സംരംഭത്തിന്റെ ഒന്നുമില്ല. അതായത് 000 തന്നെയാണ് തുടങ്ങിയത്.
പിന്നെ നമ്മളെ കുടുംബത്തിന്റെ ഒരു നല്ല സപ്പോർട്ട്. ആ ഇവളൊരു ഭക്ഷണ മേഖലയിൽ, അതായത് ഇവളെ കുടുംബം മൊത്തം ഹോട്ടൽ മേഖലയിലാണ്. ആ ഒരു പരിചയമുണ്ട്. ആ ഒരു പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പിന്തുണ ഉണ്ടായി, അതാണ് ഒരു ധൈര്യം. അങ്ങനെ നമ്മൾ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ ഹോട്ടല് നമ്മളെടുത്ത്, അപ്പോൾ നമ്മൾ കേറ്ററിങ്ങിന്റെ അനുഭവം വെച്ചിട്ട് നല്ലൊരു ഇവന്റായിട്ട് നമ്മൾ തുടങ്ങിയത്. നല്ലൊരു ഫംഗ്ഷൻ, നമ്മൾ മയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു ഫംഗ്ഷനാണ് നമ്മൾ ഹോട്ടൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ 2020, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 4-ന്. 20 എന്ന് പറയുമ്പോൾ കൊറോണ കറക്റ്റ്, കൊറോണന്റെ ആദ്യ ഘട്ടം ഞാൻ പറയാം. പിന്നെ ഫെബ്രുവരി 4 വരുന്നതിന് മുന്നേ ഇപ്പൊ ഈ ഹോട്ടൽ തുടങ്ങി. അപ്പൊ തുടക്കം തന്നെ ഇപ്പൊ എന്തൊക്കെയോ വ്യത്യസ്തതകൾ ഉണ്ടല്ലോ ഹോട്ടൽ സോൺ, അതൊക്കെ അത് നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ തുടക്കത്തിൽ തന്നെ ഒരു വ്യത്യസ്തത വന്നതെന്ന് വെച്ചാല്, സാധാരണ സെലിബ്രിറ്റിയുടെ പിന്നാലെയാണല്ലോ ആളുകൾ ഈ ഉദ്ഘാടനത്തിന്, അവരുടെ ഡേറ്റ് വെച്ച് നോക്കിയിട്ടാണ് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ്. പക്ഷെ നിങ്ങൾ ഈ മയ്യിലെ ആദ്യകാല ഹോട്ടൽ പ്രായമായവരൊക്കെ വേറിട്ടിട്ടുള്ള ഒരു പരിപാടി നമ്മൾ നടത്തിയത്, അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതെ. മയില് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഈ മയില് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വെറൈറ്റി ഫംഗ്ഷൻ നമ്മൾ നടത്തിയത്. കാറ്ററിങ്ങിന്റെ അനുഭവം വെച്ചിട്ട് പിന്നെ നമ്മള് പിന്നെ ഭക്ഷ്യമേള, പഴയകാല ഹോട്ടല് എന്നുവെച്ചാൽ ഒരു ഹോട്ടലിൽ വെള്ളം കൊടുക്കുന്ന ഒരാളുകളെ ഇതുവരെ ആരും സമൂഹത്തിന് മുമ്പിൽ ആരും പരിഗണിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് മാരിയാർ അച്ചുവാട്ടൻ, അതുപോലെ തന്നെ നമ്മൾ അഹമ്മദ് കുട്ടിക്ക, അങ്ങനെയുള്ള ആളുകളെ അടക്കം നമ്മൾ വേദിയിൽ വിളിച്ച് ആദരിച്ചിട്ട് നമ്മൾ തുടങ്ങി. അതെ, പപ്പാസിലെ പാപ്പാട്ടെ, അങ്ങനെ നിരവധി ആള്, കണ്ടകയിൽ പെട്ടിപ്പിടൻ കൃഷ്ണാട്ടെ, അങ്ങനെ ഒരുപാട് നമ്മള് ആറമിൽത്താല് കോയിനാട്ടെ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ബൈജു ഭാസ്കരാണ് ഭാര്യയിലെന്ന് വെച്ചാല് അവരൊരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് മയിൽ പിടിച്ചു നിന്നവരാണ്. അപ്പോൾ പിന്നെ അവരെ നമ്മൾ വിളിച്ച് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു ഫംഗ്ഷൻ നടത്തിയിട്ട് 20ാമത്തെ ദിവസമാണ് കൊറോണ വരുന്നത്. 2020 ഫെബ്രുവരി 20-നാണ് പിന്നെ ഇത് സംഭവിക്കുന്നത്. 4-ന് സ്റ്റാർട്ട് ചെയ്ത് 20-നാണ് പിന്നെ കൊറോണ വരുന്നത്. നമ്മൾ അറിയുന്നില്ല. അതായത് നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികൾ തലേന്ന് പോകുമ്പോന്ന് നമ്മൾ അറിയുന്നത്. നാളെ മുതൽ കേരളത്തിൽ ട്രെയിൻ ഇല്ല, ബോസ് എന്നാണ് ഇങ്ങോട്ട് പറയുന്നത്, ഘട്ടം ഘട്ടമായിട്ട് ലോക്ക്ഡൌണിലേക്ക് വരുമെന്ന്. അപ്പോൾ സുപ്രഭാതത്തിൽ തുറക്കുമ്പോൾ തന്നെ ആളില്ല, സ്റ്റാഫ് എല്ലാം നാട് വിട്ട് സ്ഥലം വിട്ടു പോയി. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഭയങ്കര പ്രതിസന്ധിയാണ്. പിന്നെ നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹോട്ടൽ ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ മുതൽ മുടക്കി ഉടനെ തിരിച്ച് പ്രതിഫലം കിട്ടുന്ന ഒരു മേഖലയല്ല. ഒരു ആളുകൾ കാത്തു നിന്ന് നമ്മൾ ഭക്ഷണം നല്ലതാണോ അല്ലയോ ഒരു 2 കൊല്ലെങ്കിലും താമസിക്കുന്ന പറയുന്നത്. റിട്ടേൺസ് കിട്ടണമെങ്കിൽ 2 കൊല്ലെങ്കിലും ചുരുങ്ങിയത് കഴിയണം എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ക്ഷമിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആയി. പിന്നെ പാർസൽ കൗണ്ടർ മാത്രമായി. പിന്നെ വീടുകളിൽ അത്യാവശ്യം നേരിട്ട് ഞാൻ തന്നെ കൊണ്ടുപോകും. ആ ബന്ധം ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ 5 കൊല്ലം കഴിയുമ്പോഴും ആ ബന്ധം ആ കസ്റ്റമറുമായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ സ്കൂട്ടി കൊണ്ടുകൊടുത്ത് ആ നിലക്കാണ് നമ്മളിങ്ങനെ പടിപടിയായിട്ട് വളർത്തി. ലോക്ക്ഡൌണിന് മുന്നേ ഇത് തുടങ്ങിയ സമയത്തുള്ള ആ ഒരു സ്വീകാര്യതയൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഒന്നാമത് നിങ്ങളുടെ ഒരു ഉദ്ഘാടനത്തിലെ ആ വ്യത്യസ്തതയൊക്കെ ആളുകൾ എങ്ങനെയാണ് അതിനെപ്പറ്റി പറഞ്ഞത്? പിന്നെ ആള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ മടിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കും. ആദ്യം അതിന്റെ ടേൺ ഓവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ നാമമാത്രമായ ഒരു അതായത് ഇല്ല സ്റ്റാഫിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തിയാൽ മാത്രമേ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. പിന്നീടാണ് നമ്മളെ സ്വീകാര്യതയിലേക്ക് വന്നത്. അപ്പൊ ഈ കൊറോണ സമയത്ത് ഈ തുടങ്ങിയ ഉടനെ തന്നെ വലിയ മുതൽ മുടക്കാണല്ലോ. വലിയ മുതൽ മുടക്കാം. പിന്നെ സ്ഥലം അല്ല, നമ്മള് പിന്നെ അതിനൊക്കെയുള്ള സാമ്പത്തികം, ഹോട്ടല് തുടങ്ങുമ്പോഴുള്ള കുറെ തയ്യാറെടുപ്പ്, തൊഴിലാളികളെ ഇതൊക്കെ പിന്നെ സംഘടിപ്പിച്ചു വെച്ചപ്പോഴാണല്ലോ പെട്ടെന്ന് പോയത്. ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? മാനസികാവസ്ഥ എന്ന് പറഞ്ഞാലേ നമ്മള് ഈ സംരംഭകർ 2-3 പൊട്ടിയതിനു ശേഷമാണ് വരുന്നത്. ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് പിന്നെ ഈ 000 പിന്നെ ഈ പറയുന്ന ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഇല്ലാതെ തന്നെ ശൂന്യത, അതിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതെ അങ്ങനെ സംരംഭകനാകാമെന്നില്ല കുറെ മോട്ടിവേഷൻ കേട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് പുറപ്പെട്ടു. അന്ന് പിന്നെ അങ്ങനെയുള്ള ഇതിനൊക്കെ പോകാറുണ്ടായിരുന്നു. അല്ല പോലെ ഞാൻ പലതും വീഡിയോ ആയിട്ട് ഞാൻ കാണലുണ്ട്, ശ്രദ്ധിക്കല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു നന്മ പരിധി നടക്കുമെന്ന് പറയുന്നില്ല, അത് അങ്ങനെ ശരിക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. തീർച്ചയായും
ഉദാഹരണത്തിന് സന്തോഷ് ജോർജ് കുളങ്ങര, അതുപോലെ തന്നെ മുതുകാട്, ഇങ്ങനെയുള്ളവരതെല്ലാം നമ്മളിപ്പോ ഒന്നും ഇല്ലാണ്ടും തുടങ്ങാം. എന്താ നമ്മളോട് പറഞ്ഞ ആടെ ഹോട്ടലുണ്ട്, ഈടെ ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഒരു 10-50 ലക്ഷം റുപ്യ എങ്ങനെ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു ഇതുണ്ടായി. അതിനെല്ലാം നമ്മള് കുറെ നിരുത്സാഹപ്പെടുത്തൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഈ സ്പീച്ചൊക്കെ പ്രചോദനം തന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഇപ്പം കൊറോണ വന്ന് വല്ലാത്തൊരു വക്കിലെത്തി, ഈ സമയത്തെല്ലാം ഇവരുടെ ഇതിങ്ങനെ ഓർത്തിട്ട് തന്നെയാണോ മുന്നോട്ട് പോയത്? തീർച്ചയായും. എന്നുവെച്ചാൽ ഞാൻ വൈഫോട് പറഞ്ഞ വെച്ചാല് നമ്മളിപ്പോ ചിലപ്പോ ഒരു കെട്ടുതാലി വരെ വിൽക്കേണ്ടി വരും. പിന്നെ എന്നുവെച്ചാൽ നമ്മൾ ബാങ്ക് ലോണെല്ലാം എടുത്തവർ നമ്മൾ ബാങ്കുകാർ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഭക്ഷണവും താമസവും അത് പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. പിന്നെ അല്ല, ഈ മോട്ടിവേഷണൽ ട്രെയിനർമാര് പറയുന്നത് പോലെ കേട്ട് നടന്നാൽ ശരിയാവില്ല എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്? നെഗറ്റീവ് കമന്റ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് പറഞ്ഞിട്ടേ ഇല്ല. 1, 2, 3 പ്രാവശ്യമൊക്കെ പരാജയപ്പെട്ട സമയത്ത് സാധാരണ ഒരു 90% ആളുകളും വീട്ടിൽ നിന്ന് ഇനി ഇത് മതിയാക്കാന്നൊക്കെയാണ് പറയാറ്. ആ സമയത്ത് എന്തായിരുന്നു പറഞ്ഞത്? ഇല്ല, ഞാനങ്ങനെ മതിയാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ പറഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ കുടുംബക്കാർ മൊത്തം ഹോട്ടൽ ഫീൽഡിലുള്ളവരാണ്. ഇവിടുത്തെ കേരള എങ്ങനെ ഇവിടെയാണോ അല്ല പുറത്താണോ? പുറത്തുണ്ട്. അച്ഛന്റെ അനിയന്മാരെല്ലാം പുറത്താണ്. അച്ഛനും അമ്മയും ഹോട്ടൽ നടത്തുന്നവരാണ്. അങ്ങനെ ഫാമിലി മൊത്തം. പിന്നെ അതുകൊണ്ട് എനിക്ക് പണ്ട് ചെറുപ്പത്തിലേ ഇത് കണ്ട് പരിചയമുണ്ടല്ലോ, ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാനും നിന്നിട്ടുണ്ട്. അച്ഛൻ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് ഞാനും പിന്നെ ഹോട്ടലിലേക്ക് പോയി ചെറിയൊരു സഹായങ്ങളും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ പുറകോട്ട് വിജയിക്കും എന്നുള്ള എപ്പോഴെങ്കിലും ഒന്ന് ശരിയാകും എന്നുള്ള ഒരു ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഈ മാലയൊക്കെ കൊടുത്തത്. അതെ അതെ. പിന്നെ നമ്മളും കൂടി നെഗറ്റീവ് അടിച്ചാൽ വല്ലാത്തൊരവസ്ഥയായി പോവേ. കൂടെ ആകെ തകർന്നു നിൽക്കുന്ന ഒരു സമയത്തല്ലേ നെഗറ്റീവ് കമന്റ് കൂടി വന്നു കഴിഞ്ഞാല്. ഈ ഇപ്പൊ ഹോട്ടലിൽ ഇവിടെ നിൽക്കാറില്ലേ? ഇവിടെ പോകാറില്ലേ? ഒരു ദിവസം നമുക്ക് എന്തായാലും ഒരു വളരെ കഠിനാധ്വാനം നടത്തിയാലേ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പല സംരംഭങ്ങളും ഈ തകരുന്നതിൽ ഒരു പ്രധാന കാരണം നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നത്, ഒന്ന് നമ്മൾക്ക് ഈ തുടങ്ങിയ ആൾക്ക് അതിനെപ്പറ്റി ധാരണ ഇല്ലെങ്കിൽ എന്നുള്ളതാണ്. തുടങ്ങിയ ആൾക്ക് കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ തൊഴിലാളി 2 ദിവസം എന്നാൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയാൽ കൂട്ടേണ്ടി വരും. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ മുൻപരിചയത്തിൽ. തീർച്ചയായും. അപ്പോൾ ഒരു 2 ദിവസം തൊഴിലാളി ഇല്ലെങ്കിലും നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ധൈര്യം ആ രീതിയിലുണ്ടോ? അല്ല ഇതിനെങ്ങനെ? അതുണ്ട് എന്ന് മാത്രമല്ല, അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മുതലാളിന്റെ രൂപത്തിലല്ല സ്റ്റാഫോട് പെരുമാറും. പിന്നെ അതായത് ഒരു കുടുംബം പോലെ. അതായത് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയായാലും നാടകമായാലും എന്തായാലും നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചാലും ഒരു സംരംഭം വിജയിക്കും. അപ്പോൾ നമ്മളതിന് പ്രാധാന്യം കൊടുക്കുന്ന കഴുകുന്നവരും ഉണ്ടാക്കുന്നവരും സപ്ലയർ ആയാലും എല്ലാവരും ഒരു കൊടക്കീഴിൽ ഇതിന്റെ ഭാഗം തന്നെ ഒരു ഫാമിലി ഫ്രണ്ട് നിലക്കാൻ നമ്മൾ ജീവനക്കാരെ കാണുന്നത്. അതിന്റെ ഉദാഹരണം വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ വിട്ടുപോയിട്ട് തുടങ്ങുമ്പോൾ വന്നിട്ട് ക്ലീനിങ്ങിന് വന്നിട്ട് അവരുടെ കുടുംബപരമായ പശ്ചാത്തലത്തിൽ തിരിച്ചുപോയ ആളുകളും നമ്മൾ ഇപ്പോൾ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഹോട്ടലിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേര് സൂൺ ഫാമിലി. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതെ, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മോട് നേരിട്ട് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അവർക്ക് അറേഞ്ച് ചെയ്ത് പോയവരായിട്ടും ബന്ധമുണ്ട്, എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഈ പിന്നെ ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീലിംഗ് ആണല്ലോ. കസ്റ്റമേഴ്സ് അത് കസ്റ്റമേഴ്സ് 2-3 കാര്യമുണ്ട്. ഒന്ന്, ഇപ്പൊ ഒരു ഹോട്ടലിൽ ആളുകൾ പോകുന്നത് ഇപ്പൊ നല്ല ഭക്ഷണമാണെങ്കിലും ഇന്നത്തെ കാലത്ത് പാർക്കിംഗ് സൗകര്യം ഇല്ലെങ്കിൽ പോവില്ല, ടോയ്ലറ്റ് സൗകര്യം ഇല്ലെങ്കിൽ പോവില്ല. അപ്പൊ ഈ സൂണിനെ സംബന്ധിച്ച് ഇത് രണ്ടും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിലും ഇത് രണ്ടും ഉണ്ടായിട്ട് അവിടെ പോയാലും ഭക്ഷണം മോശമാണെങ്കിൽ പിന്നെ പെരുമാറ്റം, ഇതെല്ലാം കൂടി ഉള്ള ഒരു ഇതെങ്ങനെയാണ് സൂണിനെ? അത് നമ്മൾ അതിൽ കാണുന്നത് വെച്ചാല്, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാല് ആദ്യം അവര് നമ്മളെ ഒന്ന് നിരീക്ഷിക്കുക, ഭക്ഷണം കഴിക്കൂ. അതുപോലെ തന്നെ നമ്മൾ കൗണ്ടറിലേക്ക് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അനുഭവം വെച്ചിട്ട് വെച്ചാൽ നമ്മൾ ഒരു തവണ വന്ന എന്നെ സംബന്ധിച്ച് അറിയില്ല, നമ്മൾ ഹോട്ടലിൽ ചേർച്ച് ഉള്ളോട്ടാണ്, പെട്ടെന്ന് കാണില്ല. നമുക്ക് കൂടുതലും ട്രാവലിംഗ് കച്ചവടം, ഒരു നടന്നു വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അന്തരീക്ഷം കുറവാണ് ചിക്കൻ ടൗണിനെ സംബന്ധിച്ച്. അവിടെ ഒരു ട്രാവലിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ആ കസ്റ്റമർ നമുക്കുണ്ട്, ഒരു പൊറോട്ട ആയാലും ഒരു നനച്ച് കഴിക്കുന്നവരായാലും നമുക്കുണ്ട്, അങ്ങനെ കസ്റ്റമറും ഉണ്ട്. തൊഴിലാളി, നമ്മളെ വ്യൂവേഴ്സിലെ തൊഴിലാളി, അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വന്നു കഴിഞ്ഞാല് ഒന്ന് നമ്മള് പിന്നെ നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളെ നിർബന്ധമാണ്. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി,
ക്വാളിറ്റി എല്ലാ പിന്നെ ധാന്യങ്ങളും ഇപ്പം മല്ലിയായാലും മഞ്ഞളായാലും മുളകായാലും നമ്മൾ നേരിട്ട് ഗുണനിലവാരം ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങി പൊടിപ്പിക്കുമായിരുന്നു. അത് ശരി, പൊടിപ്പിക്കുമായിരുന്നു. പൊടി വാങ്ങിക്കുന്ന പൊടി നമ്മൾ നേരിട്ട് ഒന്നും പണിക്കുന്നില്ല. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ എട്ടയാറിലെ മില്ലിൽ ഹംസക്കാരൻ്റെ ഞാൻ കാറ്ററിംഗ് തുടങ്ങിയ മുതൽ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റവും അവരെ ഒരു ഗുണനിലവാരവും നോക്കിയിട്ട് ഞാൻ പണിക്കും. അങ്ങനെ ചില നിർബന്ധങ്ങൾ നമുക്കുണ്ട്. അതിലൊരു കോംപ്രമൈസ് ഇല്ല. ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഇല്ല. പോയാൽ പിന്നെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുണ്ടെങ്കിലും പിറ്റേന്നൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം നമുക്കില്ല. പലരും മടിക്കുന്നതെന്ന് വെച്ചാല് രാവിലെ കയറുന്ന കസ്റ്റമർ ഇന്നത്തെ തന്നെയാണോ അങ്ങനെ ചോദിക്കും. നമ്മളെ വെച്ചാൽ എന്ത് രാത്രി എത്ര തന്നെ നമുക്ക് ഒരു വക കാര്യങ്ങൾ 10:30 നമുക്ക് എത്തിവരും. അഥവാ ഇനി എന്തെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അതിപ്പോ വേസ്റ്റിലേക്ക്. അത് ഇപ്പം പ്രേക്ഷകർ ഇത് കയറിയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാത്തവരോട് പറയാനുള്ളത്, അവിടെ ഒരു ബോർഡ് ഉണ്ട്. സാധാരണ പ്രവൃത്തി സമയം എന്ന് പറഞ്ഞിട്ടാണ് വെക്കാറ്. പക്ഷെ സൂണിലെ ഒരു ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ ഹോട്ടൽ അടക്കുന്നതാണ് എന്നാണ്. അതായത് ഇന്നത്തെ ഭക്ഷണം ഇന്നേക്ക് മാത്രം എന്നതാണ് ഇവരുടെ. എങ്ങനെ പ്രവൃത്തി സമയം എങ്ങനെയാണ്? പ്രവൃത്തി സമയം രാവിലെ നമ്മൾ 7:45 8 മണിയാകുമ്പോൾ നമ്മളെ ഇഡലി വട സ്റ്റാർട്ട് ചെയ്യും. 8 മണിയാകുമ്പോഴത്തേക്ക് തുറക്കും. എന്തെങ്കിലും ഒരു 2 കടി രാവിലെ ആവും. പിന്നെ ഇതുപോലെ തന്നെ തുടർച്ചയായിട്ട് 10-10:30. അതിന്റെ ഒരു ഇത് പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ക്ലീനിങ് സ്റ്റാഫിന് ജോലി ഉണ്ടാവും. നമ്മളിപ്പോ ഈ പറഞ്ഞു വന്നതേ ഈ ആളുകളുമായിട്ടുള്ള ഡീലിംഗ് കാര്യങ്ങളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പാർക്കിങ്ങും ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഈ മറ്റൊരു കാര്യം, ഈ ആളുകളുമായിട്ടുള്ള ഡീലിംഗ്, അവരുമായിട്ട് പെരുമാറ്റം, അത് നമുക്ക് ഇതേപോലെ പൈസ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നാളെ മുതൽ നല്ല രീതിയിൽ എന്ന് പെരുമാറി കളയാന്ന് വിചാരിച്ചാലും പറ്റില്ല. അത് പ്രവീൺ മാത്രം അങ്ങനെ പെരുമാറിയത് കൊണ്ടും കാര്യമില്ലല്ലോ. ഇനി തൊഴിലാളികളെല്ലാം പെരുമാറി പിന്നെ കൗണ്ടറിൽ ഇരിക്കുന്ന ഈ ഓണർ ഒരു മോശം പെരുമാറ്റമായാലും കാര്യമില്ല. എല്ലാവരും ഒരേ വേവ് ലെങ്ത്തിൽ വരണല്ലോ. അപ്പൊ പ്രവീണിന്റെ ഈ ഒരു രീതി തൊഴിലാളികൾക്ക് കൂടി മനസ്സിലാകണം. അവരും ആ രീതിയിലേക്ക് വരണം. അതിന് എന്തെങ്കിലും അവർക്കൊരു ക്ലാസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഞാനതിൽ കാണുന്ന വെച്ചാൽ ഞാൻ അവരോട് പറയുന്നതെന്ന് വിചാരിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വരുന്നവരായാലും നമ്മൾ കസ്റ്റമർമാരാണ്. അവരെ നമ്മളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവര് ഇത് മൗത്ത് ടു മൗത്താന്നല്ല നമ്മള് ഹോട്ടൽ ഫീൽഡ്. അപ്പൊ അവരെ പരമാവധി നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സമീപനം നമ്മൾ വന്നിട്ടുണ്ടാണ്. ഞാനും അങ്ങനെയാണ്. ഞാനും നമ്മൾ സമൂഹത്തിൽ നിന്ന് ചുറ്റുപാടുന്ന് പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ നമ്മളെ ശീലിച്ച് നമ്മൾ ഇന്നുവരെ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു സംസാര രീതി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതില്ല. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം നമ്മളെ മക്കളോടും നമ്മളെ ഭാര്യയോടും, ഞാനില്ലാതെ കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഭാര്യയോടും പറയുന്നത് അങ്ങനെയാണ്. അത് ജനങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിരവധി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നിങ്ങള് ഭക്ഷണം മാത്രം കൊണ്ടുവരുന്നതല്ല, നിങ്ങളെ ഒരു പെരുമാറ്റവും ആ രീതിയിൽ ഇത് വരുന്നത്. ഇപ്പൊ നമ്മൾ ടൗണിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ ഫീൽഡിൽ നമുക്കറിയാം, ചിലപ്പോ ഒരു വേണമെങ്കിൽ കഴിച്ചോന്നില്ല ഒരു അത് നമുക്ക് 5 രൂപ ചില്ലറയില്ലെങ്കിൽ പോലും. അതെ. പക്ഷെ അതിന്റെ ഗുണം നമുക്കുണ്ട്. എന്ന് വെച്ചാല് ഒരു കസ്റ്റമർ ഒരു തവണ വന്നു കഴിഞ്ഞാല് അവര് ഒരു 80% കസ്റ്റമർ നമുക്ക് സ്ഥിരം കസ്റ്റമർ. ഇത് ഈ തൊഴിലാളികള് ഈ പറയുന്ന തൊഴിലാളികളോട് ഞാൻ എപ്പോഴും പറയും, അതല്ല തൊഴിലാളികളോട് ഞാൻ ഈ വന്നപാട് തന്നെ പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ എന്ത് തന്നെയായാലും വരുന്ന കസ്റ്റമർമാരെ നമ്മള് ആ രീതിയിൽ തന്നെ ചെയ്യും. പ്രവീൺ പിന്നെ അവിടുന്ന് ആരോടും ചൂടാകുന്ന കാണുന്നില്ല, പറ്റൂലല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ക്ഷമാശീലം വേണ്ട ഒരു ഫീൽഡാണ് ഈ ഹോട്ടൽ ഫീൽഡ്. എന്നുവെച്ചാൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ, വ്യത്യസ്ത രുചിയുള്ള ആളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു. അവരെ രുചിക്കനുസരിച്ചൊരു നമ്മളീ കൊടുക്കുന്നതെല്ലാം ഒറ്റ രുചിയുള്ള സാധനമാണ്. അത് ഈ വ്യത്യസ്ത രുചിയും അഭിരുചിയുള്ളവർക്ക് പിന്നെ ശരിയാണ്. ചില ചെറിയ കടകളിലൊക്കെ പോയാൽ ചായ കഴിക്കാൻ ആളുകൾ കൂട്ടത്തോടെ പോയാൽ കേൾക്കുന്ന ഒന്നുണ്ട്. അതായത് 5-8 തരം ചായ ആവശ്യപ്പെടും. 8 ആൾ പോയാൽ ഒരാൾക്ക് മധുരം കുറച്ചിട്ട്, ഒരാൾക്ക് നല്ല മധുരത്തിൽ, ഒരാൾക്ക് വിത്തൗട്ട്, ഒരാൾക്ക് പൊടിച്ചായ, ഒരാൾക്ക് അടിക്കാത്ത ചായ, ഒരാൾക്ക് അടിച്ച ചായ, ഇങ്ങനെ 5-8 തരം ചായ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇതൊന്ന് കേൾക്കുമ്പോൾ ഒരൊറ്റ ചായ എടുക്കുന്ന ആളെ ഉള്ളെങ്കിൽ ദേഷ്യം വരും. നിങ്ങളുടെ ഇവിടെ അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അങ്ങോട്ടുള്ളൊരു പ്രതികരണം? നമ്മൾ പരമാവധിയും അവർ പറയുന്ന തരത്തിലുള്ള ചായ തന്നെ എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറെ ചായ നമ്മൾ ഈ ഹോട്ടലിൽ വന്നേരാന്ന് കേൾക്കുന്നു, പലതരത്തിലുള്ള ചായ. എന്നാലും നമ്മൾ ആവുന്നതും നമ്മളൊക്കെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ ചായന്റെ മാത്രമല്ല, ഞാൻ ചായയിലൂടെ വന്നത്, ഇപ്പൊ ഒരു ഫാമിലി വരുന്നു, ഫാമിലി വന്നാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു 2 കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു
20 മിനിറ്റോളം ഇവരത് തീരുമാനം എടുക്കാൻ വേണ്ടി എടുക്കും. കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൊ ആ സമയത്തൊക്കെ ഈ ഇങ്ങനെ കാത്തു നിൽക്കണം. ഏത് ശരിയായ വെയിറ്റർ തന്നെ ആവും. കാരണം ഇതിങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ. അതെ അതെ അതെ. അപ്പൊ എന്നിട്ട് ഒന്ന് പറഞ്ഞ് എടുക്കാൻ പോയി ഓർഡർ ചെയ്ത കുറച്ച് കഴിയുമ്പോൾ വിളിക്കും, ഈ കുട്ടി മാറ്റി പറഞ്ഞു ഒന്ന് വിളിക്കും. അല്ല സ്വാഭാവികമാണല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു മനുഷ്യനാകുമ്പോൾ ഒരു ദേഷ്യം വരും. അങ്ങനെയുള്ള ഇതൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? കസ്റ്റമറെ പണക്കാനും പാടില്ലല്ലോ. നമ്മളാവുന്നതും കസ്റ്റമർ പണക്കാണ്ട് തന്നെയാ നിക്കല്. പിന്നെ അവരെന്ത് പറഞ്ഞു അത് നമ്മൾ ചെയ്തു കൊടുക്കല്. ഇതൊക്കെ ഒരു പരിചയമായി മാറിയല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു ഫീൽഡിൽ എന്നുള്ളത് പരിചയമായിട്ട് മാറി. നിങ്ങളുടെ ഹോട്ടലിലെ കൂടുതലും ഫാമിലി ആണല്ലോ വരുന്നത്. ചില സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഫാമിലി ആണല്ലോ വരുന്നത്. ഈ ഒറ്റയ്ക്ക് വരുന്നവർ കുറവാണെന്ന് തോന്നുന്നു, വളരെ കുറവാണെന്ന് തോന്നുന്നു. അവിടെ ഫാമിലിയാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറത്ത് ഞാൻ ഇപ്പോൾ അതിൽ പോകുമ്പോൾ കാത്തു നിൽക്കുന്നവരെ, പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരെ കാണാം. അപ്പോൾ അവർക്ക് ഈ ഒരാൾ എഴുന്നേൽക്കുന്ന രീതിയിലേക്ക് വരില്ല. കാരണം എല്ലാ ഫാമിലി ആയതുകൊണ്ട് ഒന്നിച്ചായിരിക്കും ചേരുണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ ഫാമിലിയൊക്കെ വന്ന് നിങ്ങളിലായിട്ട് ഇടപഴകുമ്പോൾ ഒരു ഹോട്ടൽ എന്നുള്ള ഒരു കച്ചവടം എന്നുള്ളതിൽ ഉപരിയായിട്ടുള്ള ഒരു ബന്ധം അവരായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അവരൊക്കെ കാണുന്നത്? നമ്മള് ഈ വരുന്ന കസ്റ്റമറാ നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെയാ, ഫാമിലിയിലെ ഓരോ അംഗമായിട്ടാണ് നമ്മൾ അവരെ കാണല്. അതുകൊണ്ട് അവർക്ക് എന്ത് സൗകര്യം നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. ഈ വരുന്ന ഫാമിലികള് എൻ്റെ വീട്ടിലെ, എൻ്റെ കുടുംബത്തിലെ ഓരോ ആളുമായിട്ടാണ് എനിക്ക് തോന്നല്. അതുകൊണ്ട് അവർക്ക് വേണ്ട എന്ത് കാര്യം വേണ്ടിക്കലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം ആ രീതിയിൽ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹോട്ടൽ ആയതുകൊണ്ട് നമ്മൾ പൈസ വാങ്ങിക്കാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ ആ രീതിയിൽ. പക്ഷെ ഡീലിംഗ് ഒക്കെ അവരോടുള്ള പെരുമാറ്റമൊക്കെ ആ രീതിയിൽ തന്നെ. തീർച്ചയായും. പ്രവീൺ, ആദ്യം തുടങ്ങി കുറച്ച് നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഒരു സംരംഭം തുടങ്ങുന്ന പലരും തുടങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ ആദ്യം തുടങ്ങിയ സമയത്ത് കുറെ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അതിന് ഇപ്പൊ ലോണൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സമയത്ത് പ്രവീണിന്റെ കൂടെ തന്നെ നിന്ന് ബന്ധുക്കളും അല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. നേരെ തിരിച്ചും ഉണ്ടാവും. തീർച്ചയായും. നിന്നോട് അന്നേ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നവരുണ്ടാവും. പിന്നെ പ്രവീണ് കേൾക്കാതെ വേണ്ടാത്ത പണി അന്നേ മറ്റേ ഇവിടെ പോയെന്നെങ്കിലോ എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ ഈ കൂടെ നിന്ന് അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും നല്ല ഒരു അഭ്യുതകാംക്ഷയോടും നമ്മള് എന്താ പറയാ ഒന്ന് ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ആളുകളുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അന്ന് സഹായം ചെയ്തവരുണ്ട്, കുടുംബത്തിലുണ്ട്, കുടുംബത്തിന് പുറത്തും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഇമില് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ആ ഹോട്ടലിന്റെ പരിധിയിലും നിൽക്കുന്ന ഒരുപാട് ആളുകൾ ക്യാഷ് ഉണ്ട്, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതങ്ങനെയല്ലോ, നമ്മള് സ്കില്ലും ഈ പറയുന്ന ഒരു ഇതും അപ്പൊ അങ്ങനെ സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട്. അല്ല, അവരെല്ലാം ഈ സഹായിക്കുന്ന പ്രവീണിനോടും നിങ്ങളോടൊക്കെ ഉള്ള ഒരു വിശ്വാസം തന്നെ ആയിരിക്കില്ല. തീർച്ചയായും. എന്തായാലും ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെ. അതെ. ഇനിയിപ്പോ ഇതിന്റെ ഒരു അടുത്ത ഇതെന്താണ്? അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ഈ 2024, 2023 നമ്മളൊരു കാഴ്ചപ്പാട് സ്വീകരിച്ചിനെ കുറച്ചുകൂടി ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നുള്ളതല്ല. പിന്നെ അതാണ് അന്ന് എന്തോ നമ്മളൊരു ശിലാസ്ഥാപനവും, അതായത് ബാക്കില് കുറച്ച് പിറകിൽ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്, പാർക്കിംഗ് കഴിച്ചിട്ട് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം കണ്ടത് ഒരു താമസ സൗകര്യവും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നടത്തേണ്ട ഹാള്, ഒരു ഫാമിലി AC. അപ്പൊ നമ്മളെടുക്ക ഒരു പരിമിതിയുണ്ട്, ഫാമിലീസിനെല്ലാം ഇരിക്കുന്ന ഒരു പരിമിതിയുണ്ട്. അപ്പൊ അത് വിപുലീകരിക്കുന്ന നിലനിൽക്കാൻ നമ്മൾ 2023 മെയ്യിൽ ഒരു ശിലാസ്ഥാപനമൊക്കെ നടത്തി. അതും ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് നടത്തിയത്. അതായത് നമ്മൾ ആരും പരിഗണിച്ചിട്ടില്ലാതെ നമ്മളെ ജ്യൂസ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ മലയൻകുനിയും താമരാട്ടനാണ്, കരിമ്പ് കർഷകൻ. അതേപോലെ തന്നെ നമ്മളൊരു കാർഷിക മേഖലയിൽ പിന്നെ പ്രഗത്ഭനായിട്ടുള്ള വയനാട് ചെറുവേൽ രാമാടനാണ് ശിലാസ്ഥാപനം നടത്തിയത്. പക്ഷെങ്കിൽ നമുക്ക് 2024 നമ്മളെ കടന്നുവരവ് പരിശോധിക്കുമ്പോൾ പുതിയ സംരംഭത്തിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല 2024. അപ്പൊ ഞാൻ മല്ല ഒരു ഏണിചാരി വെച്ചോലെ കീഴുവന്നില്ല. നമ്മള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, 0 വന്നതല്ലേ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആക്കുക ചെയ്തത്. ഇപ്പൊ നമ്മളൊരു നിശ്ചയദാർഢ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന്, അത് ഹോട്ടൽ മേഖലയിൽ ബാക്കിൽ പുറകിൽ താമസിക്കേണ്ട ഒരു സെറ്റപ്പിനുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ പോരാ. അത് നമ്മൾ വേറെ ഒരു സ്ഥലം കണ്ടെത്തുക. ഈ പറയുന്ന AC ഫാമിലിയും ഈ 10-200 ആക്കിലെ ഹാള് നമ്മൾ എന്തായാലും പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ചെറിയ സാങ്കേതിക അനുമതിന്റെ പ്രശ്നം ഉണ്ടായി. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ മാസം മെയ് ലാസ്റ്റ് നമുക്ക് അതിന് അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും വെല്ലുവിളിയും ഈ മാലിന്യ സംസ്കരണവും തീർച്ചയായും പരിസ്ഥിതി, ഈ പ്രത്യേകിച്ച് ഇപ്പം ശുചിത്വത്തിനൊക്കെ വലിയ പ്രാധാന്യം, എപ്പോഴും ചെക്കിങ് കാര്യങ്ങളൊക്കെ. ഈ സൂണിൽ എങ്ങനെയാണോ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
ഈ ഹോട്ടൽ ഫീൽഡ് തകരുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കെട്ടുറപ്പില്ലാതെ തൊഴിലാളികൾ. രണ്ടാമത്തെ പ്രശ്നമാണ് ഇപ്പൊ അതിനായിട്ട് സൂചിപ്പിച്ച മാലിന്യ സംസ്കരണം. അതൊരു പ്രധാന ഘടകം. ഒന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യം നമ്മളിപ്പം മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഒരു 10 ബിരിയാണി മേടിക്കുന്ന ഒരാളും ഒരു കവർ എടുത്തിട്ട് വന്നേക്കാളും ഒരു തുണിസഞ്ചി കയ്യിൽ കരുതേക്കാന്നുള്ളൊരു ചിന്തയില്ല. അത് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളടക്കില്ല. പണ്ട് നമ്മൾ ഉപ്പിലച്ചപ്പലും പിലാവച്ചപ്പലും വന്ന് മത്സ്യം മേടിക്കുക. ഇന്നാരും എല്ലാവരും ആ സഞ്ചി അത് നിങ്ങളൊക്കെ ബാധ്യതയാണെന്ന് അവർ പറയും. 10 ബിരിയാണി മേടിക്കാൻ വരുന്നവരും നിങ്ങളെ ബാധ്യതയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ തരണം. അത് നിങ്ങൾ ഈടാക്കുന്ന നമ്മളങ്ങനെ ചാർജ് ഈടാക്കുന്നില്ല. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു ദിവസം ഒരു 1000കണക്കിന് വരും. പാലിൻ്റെത്, തൈരിൻ്റെത്, ഓയിലിൻ്റെത്, അതുപോലെ തന്നെ മസാലകൾ. അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റാഫിനെ കഴുകാൻ അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഒരു സ്റ്റാഫ് പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ച ടിഷ്യൂം വരുന്ന അതാത് ദിവസം വരുന്ന സഞ്ചി മാറ്റിയിട്ടിട്ട് കഴുകിയിട്ട്. അതിപ്പോ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പഞ്ചായത്തിന്റെ ഈ റീസൈക്ലിങ്ങിലെ കുടുംബശ്രീ കൊണ്ടുപോകുന്നുണ്ട്, ഹരിതസേന കൊണ്ടുപോകുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. ഞാനതിൽ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഈ പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഈ പൊല്യൂഷന്റെ അനുമതിയെല്ലാം കിട്ടണമെങ്കിൽ ഈ പറയുന്ന വേസ്റ്റ് മാലിന്യം പിന്നെ വെള്ളമായാലും അത് ശുദ്ധീകരിക്കുന്ന വിധത്തിൽ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് വേർതിരിക്കലേ പറ്റുള്ളൂ, പ്ലാസ്റ്റിക് കത്തിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഈ പഞ്ചായത്ത് അധികൃതരിലും വിചാരിച്ച് നമ്മൾ ഈ 2-3 പഞ്ചായത്ത് സംയോജിച്ചിട്ട് പല മേഖലയിലും അങ്ങനെ നടന്നിട്ടുണ്ട്. സംസ്കരണ പ്ലാന്റ് അത് നമ്മളോട് എന്തെങ്കിലും ചാർജ് ഈടാക്കിയാലും പ്രശ്നമല്ല. അത്രയും അനവധി വരുന്നുണ്ടോ. അപ്പൊ നമുക്കിപ്പോ ഈ ഒഴുക്കി വിടാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സൗകര്യക്കുറവുണ്ട്. അതൊരു പ്രധാന ബുദ്ധിമുട്ടാണ്. ഈ സംരംഭം തുടങ്ങുമ്പോൾ പിന്നീട് ഒരു തടസ്സം ഇതിന്റെ കുറെ നൂലാമാലകളാണ്, ഒരുപാട് നിബന്ധനകൾ. ഒരു ചെറിയൊരു റാമ്പില്ലെങ്കിൽ പോലും പിന്നെ പെർമിറ്റ് കിട്ടൂല, അതുപോലെയുള്ള നിബന്ധനകൾ. അങ്ങനെയുള്ള നിബന്ധനകളിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പരിഹരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കും പോലെ എളുപ്പമല്ല ഇത്. അല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ലളിതവൽക്കരിക്കും. അതായത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്താതെ നമ്മളിപ്പം വെറും കച്ചവട ലാഭം മാത്രമല്ല, ഒരു കച്ചവട ലാഭം മാത്രം നമ്മളിപ്പോ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മൾ കച്ചവടത്തിനല്ല എന്ന് പറഞ്ഞാലൊന്നും ഈ നിയമത്തിനും ബോധ്യപ്പെടാൻ സാധ്യതയില്ലല്ലോ. അതെന്തായാലും അതെയല്ല, നമ്മളിപ്പോ ഒരു സംരംഭകനെ സംബന്ധിച്ച് നമ്മളിപ്പോ ഈ രത്തൻ ടാറ്റിലും പറഞ്ഞ പോലെ നമ്മൾ എന്ത് സാലറി വാങ്ങുന്നു എന്നല്ല, സാലറി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു 10-30 തൊഴിലാളികള് പിന്നെ മാന്യമായ വേതനം പറ്റുന്നുണ്ട്. അവരെ കുടുംബം 10-30 കുടുംബങ്ങള് ഇനിയും ഈ പറഞ്ഞ ഒരു 30-50 പേർക്ക് സാധ്യതയുള്ളതാണ് നമ്മൾ ഈ വിപുലീകരണം കൂടി വന്നു കഴിഞ്ഞാൽ. അതാണ് ഞാൻ അതിൽ കാണുന്നത്. അതുകൂടി ഈ അധികൃതർ പരിഗണിക്കണം. തീർച്ചയായും ഈ ഹോട്ടലിനെ മാത്രമല്ല, പൊതുവെ ഇങ്ങനെയുള്ള സംരംഭത്തിൽ. പിന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം അത് ഉണ്ട്. ഞാനത് വീട്ടിന് എന്റെ പേര് വീട്ടിന് കാരുണ്യം നേടാൻ വേണ്ടി ഒരു കാരണമുണ്ട്. കാരുണ്യം, അതാണ് ഞാൻ എന്റെ പേരിനോട് ചേർന്നു, പ്രവീൺ കാരുണ്യം. അങ്ങനെ ചേർക്കാൻ. അതെ. അത് നമ്മളൊരു വീട് മാറി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അന്ന് പൈസ ഇല്ല. ഒന്ന് മാറി താമസിച്ചേ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ സംരംഭകൻ എടുത്തു ചാടിയ സംരംഭത്തിലേക്ക് വന്ന പോലെ ഞാൻ കുറച്ച് ആളുകളോട് സമീപിച്ചപ്പോൾ എന്നോട് നല്ലൊരു നിർലോഭ സഹായം കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിന്റെ പേര് കാരുണ്യം നേടണം എന്ന് തീരുമാനിച്ചു. അതേപോലെ തന്നെ നമ്മൾ ബിസിനസ്സിൽ നിന്ന് എന്ത് നമുക്ക് നേട്ടമുണ്ടായാലും ഒരു ചെറിയൊരു ശതമാനം നമ്മൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണമെന്നില്ല ഒരു ഇപ്പൊ ഒരു കുറച്ചുകൂടി നല്ല ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥാപനം നിലനിന്നാലേ കാര്യമുള്ളൂ. നിലനിന്ന് കഴിഞ്ഞാല് കുറച്ചുകൂടി നല്ല ഇതിലേക്ക് പോയാൽ എന്തെങ്കിലും അങ്ങനെ ഒരു മനസ്സിലുണ്ടോ? തീർച്ചയായും. നമ്മളിപ്പോ ഈ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോ ഈ എന്റെ മനസ്സിൽ തന്നെ നമ്മൾ അച്ഛനൊരു നെയ്ത്ത് പോലെയല്ലേ, ചിക്കാട്ട് നെയ്ത്ത് കമ്പനിയിൽ കൂടെ. അച്ഛന്റെ പേര് കുഞ്ഞിക്കണ്ണൻ. അതായത് പട്ടിണിയും ദാരിദ്ര്യമെല്ലാം അനുഭവിച്ചു വന്ന ഒരു കുടുംബം. അപ്പൊ നമുക്കൊരു വിശപ്പാന്നല്ലോ ഏറ്റവും വലിയ മനുഷ്യനെ സംബന്ധിച്ച് വലിയ ഒരു ഘടകം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് പിന്നെ ഒന്നുമില്ലാതെ ഇപ്പം ലഹരി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ പിന്നെ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ നമ്മളിപ്പം പനിയാണ് പോലത്തെ ആളുകളെ പൊതുപ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10-50 പേർക്ക് ഒരു ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ട ശേഷി ഇന്നുണ്ട്. അത് ഈ കസ്റ്റമർ എടുക്കുന്ന ഉണ്ടായതാണ്. ഈ ജനങ്ങൾ സഹകരിക്കുന്നോണ്ടാണല്ലോ പൈസ കൂട്ടി വെച്ചിട്ടുള്ളതല്ല, ഇവര് സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ അതിന്റെ ഒരു വിപുലീകരണം എന്നുള്ള നിലക്ക് മനസ്സിൽ സങ്കല്പമുണ്ട്. നമ്മൾ സൂണിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഘാടന വേളയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത്
ആതിഥ്യം ഒരു കലയാണ്. അതെ അതെ. ചാരിറ്റിയുടെ ഒന്ന് പറഞ്ഞല്ലോ, ഈ ഭക്ഷണം കൊടുക്കുക ഈ കസ്റ്റമേഴ്സിന്റെ കൂടി സഹകരണത്തോടെ എന്നുള്ള രീതിയിൽ. അതല്ലാതെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ഒരു? അതിനപ്പുറം ഞാൻ ഈ പറഞ്ഞ നമ്മളെ പ്രധാന പരിപാടി നമ്മൾ ഭാര്യന്റെ അല്ലെങ്കിൽ കുട്ടികളെ ബർത്ത്ഡേക്കെല്ലാം നമ്മൾ ഈ അനാഥാലയങ്ങൾ പോലുള്ള സന്ദർശിക്കലുണ്ട്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയലുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ അന്നേ കയറിക്കൂടി ഒരു സംഭവം, അതായത് നമ്മൾ ഈ സമീപ പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ എത്രയോ കാര്യത്തിന് വേണ്ടി പൈസ മുടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും ഒരു സ്ഥലം സംഭാവനയായി തരുന്നതാണെങ്കിൽ ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരുപാട് റിസ്ക് ഉണ്ട് ഈ മേഖലയിൽ. ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു അഭയ കേന്ദ്രം, ആക്ച്വലി അനാഥൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ആളുകള് പിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്ര മാസത്തേക്ക് നിർത്തുന്ന ഒരു പല സംഗതികളുണ്ട്, ലൈസൻസ് എല്ലാം ഉണ്ടെങ്കിൽ ആ നിലക്ക് ഒരു സാധനം പോലെ അതിലെല്ലാം ഉൾപ്പെടണം എന്നുള്ളതാണ്. അതായത് ഇപ്പോ യോഗ, കളരി, അതുപോലെ തന്നെ ആ മനുഷ്യന് അവിടെ വന്നു കഴിഞ്ഞാല് നല്ല നിലയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അതെ അതെ. പിന്നെ ഇതെല്ലാം ഞാൻ എപ്പം ഈ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് കുടുംബത്തോട്ട് ഷെയർ ചെയ്യും. എന്നുവെച്ചാൽ ഈ ഒരു സംരംഭകനെ സംബന്ധിച്ച് രാവിലെ പോയി രാത്രി വന്നിട്ട് വളരെ ചെറിയ സമയം മാത്രമേ നമുക്ക് റെസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ പ്രവീൺ ഇപ്പൊ എത്ര സമയം വീട്ടിലുണ്ടോ? ഞാൻ മാക്സിമം ഒരു രാത്രി 11 മണി മുതൽ പുലർച്ചെ ഒരു 5:30-6 മണി വരെ ഉണ്ടാവും. പിന്നെ നമ്മളെ കൈമില് കസ്റ്റമറാണ്, കുടുംബമില്ല. അപ്പൊ നമ്മൾ വന്ന് കിട്ടുന്ന സമയം നമ്മൾ ഇതെല്ലാം ഇവർ വെച്ച് ഷെയർ ചെയ്യും. അല്ല, ഈ 11 മുതൽ ഇത്ര എന്ന് പറഞ്ഞു, ബാക്കി സമയം ഹോട്ടലിലാണെന്ന്. ഹോട്ടലുണ്ട്. അപ്പൊ ഏത് സംരംഭകനായാലും ഒരു കഠിനാധ്വാനം ഇതുപോലെ തീർച്ചയായും. അല്ല, സംരംഭം എന്ന് പറയുന്നത് റിസ്ക്കാണ്. കുടുംബം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമുക്കിപ്പോ പിന്നെ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഒരു മരിച്ച ചടങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. നമുക്ക് ഈ ഷട്ടർ പൊതിച്ച പിന്നെ നമ്മളെ ചിലപ്പോൾ ആളുകൾ ഇതിനെ പലപ്പോഴും വിലയിരുത്തുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ എന്നായിരിക്കും. പക്ഷെ അതല്ല അതിന്റെ വാസ്തവം വന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാവും. തീർച്ചയായും. നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ പ്രവീൺ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിലൂടെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രവീണിനെ നേരിട്ട് അറിയുന്നവരെ അല്ല, ഒരു തവണ വന്നവരൊക്കെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഇതിപ്പോ നമ്മുടെ ഈ ചാനല് ഹൈവിഷൻ മെയിലിലൂടെ ഇത് ലോകത്തുള്ള എല്ലാവർക്കും ഇത് കാണും. അപ്പൊ ഈ ഇവിടെ കയറി വന്ന ആരെങ്കിലും ഒക്കെ ദൂരം വഴിക്കുള്ളവരും ഒക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഇതുപോലുള്ള കസ്റ്റമേഴ്സിനോട് രണ്ടുപേർക്കും എന്താ പറയാനുള്ളത് വെച്ചാല്, പിന്നെ നമുക്കൊരു അനുഭവം എന്ന് വെച്ചാല്, പിന്നെ നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ടിലായിരിക്കും ഇവര് വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് ബില്ലെല്ലാം അടച്ചതിന് ശേഷമാണ് കൈ തന്നിട്ട് പറയാ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണ് കേട്ടോ. അന്നേരം നമ്മൾ പെട്ടെന്ന് ഒരു ഇതായി പോകും. അവര് നമ്മൾ പൈസ മേടിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം പരിചയപ്പെടാതെ. പൈസ കൃത്യമായിട്ട് ഈ പറഞ്ഞ സ്വപ്നങ്ങളൊന്നും നടക്കൂല, ധൈര്യത്തിൽ ആദ്യമേ പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഇവര് നമ്മളോട് പറയാം. പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കണ്ണൂരോ വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയാലും നമ്മളെ അറിയുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും ഇതിന്റെ പേരിൽ, ഈ ഹോട്ടലിന്റെ പേരിലല്ലേ. ഹോട്ടൽ സോണ് തുടങ്ങിയാലും നല്ലൊരു കാര്യമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. നമുക്ക് എവിടെ പോയാലും അതിന് ഒരു കാരണം വെച്ചാല് നിങ്ങള് ഭൂരിഭാഗം സമയം അവിടെ ഉണ്ടല്ലോ, രണ്ടുപേരും കാണുന്നു, നമുക്കൊരു പരിഗണന കിട്ടും. ഇനി ഫാമിലിനെ പറ്റി, കുട്ടികള് 2 മക്കളാണ്. മൂത്ത മോള് ശ്രീയ 9ൽ പഠിക്കുന്നു. 9ൽ. ഇളയ മോള് ലിയോണ 3ാം തരത്തിൽ പഠിക്കുന്നു. അവരെന്ത് പറയുന്നു ഈ അച്ഛനും അമ്മയും ഫുൾ ടൈം ഹോട്ടലിൽ നിൽക്കുന്നതിനെ പറ്റി? അവര് പിന്നെ അച്ഛനെല്ലാം കിട്ടുന്നില്ല എന്ന് പറയും. ഇന്ന് പോണ്ടച്ച, ഇന്ന് വൈകുന്നേരം പോണ്ടച്ചാന്ന് പറയും. പക്ഷെ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടും. എനിക്കത് വലിയൊരു സന്തോഷമുള്ള കാര്യം. ചെറുതാകുമ്പോ നമ്മള് അമ്മേന്റെ അടുത്തെല്ലാം നിർത്തിച്ചിട്ട് അങ്ങനെ ആദ്യം നമ്മള് രണ്ടാളും. അല്ല, നിങ്ങള് ചെറുതായപ്പോ അനുഭവിച്ച അതേ അവസ്ഥ തന്നെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട്. അത് അവര് അത് കൺവിൻസ് ആയി വരുന്നുണ്ട്. അപ്പോ മറ്റു അംഗങ്ങള് കുടുംബം എന്ന് പറയുമ്പോ പിന്നെ അമ്മേന്റെ ഒരു സരോജിനി എന്നാണ്. അല്ല, അമ്മേന്റെ അടിക്കുന്നു. അതുപോലെ പെങ്ങളുണ്ട് പ്രമീള. പെങ്ങളുടെ അടിക്കുന്ന നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതായത് കുടുംബം മൊത്തം ഹോട്ടലിൽ തന്നെ. അമ്മേന്റെ ഒരു പ്രയാസം എന്ന് വെച്ചാല് അവരത്രയും കഷ്ടപ്പെട്ടു വന്നു. പണ്ടത്തെ ചക്കപ്പൂണ്ടി, ചക്ക ചമണി കഴിച്ച ഒരു അന്നം കണ്ടാല് അത് എടുത്തു വെക്കണം എന്നില്ലേ, കളയറുന്നില്ലേ. അപ്പൊ അത് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാല് എല്ലാം പിന്നെ അടുക്കി ചിട്ടോടുകൂടി വെച്ച് ഇലയായി എല്ലാ ദിവസവും. ആരെങ്കിലും ഒരാള് ഒരു ജീവനക്കാരൻ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് അമ്മയായാലും പെങ്ങളായാലും
കയറി വന്ന് സഹായിക്കാൻ. സഹായിക്കുമല്ലേ, ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല ഇല്ല അവർ പിന്നെ ഇന്ന് ഇപ്പൊ നമ്മളത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രചോദനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നല്ലൊരു ടീമാണ് ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന്റെ നല്ലൊരു ഫാമിലിന്റെ നല്ലൊരു സപ്പോർട്ടും. അശ്വിതന് അച്ഛനും അമ്മയും ഒക്കെ ഹോട്ടൽ ഫീൽഡ് അല്ല ഇവിടെ വന്നിട്ടുണ്ടോ? എപ്പോ അത് ഈ എല്ലാ ആഴ്ചയും വന്ന് ചോദിക്കും. തീർച്ചയായും ഈ ഫീൽഡ് അറിയുന്നവരായിരിക്കും. അതെ അവര് പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റാഫിന്റെ ഷോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അച്ഛൻ ഈ മേഖലയിൽ അറിയുന്നതുകൊണ്ട് കുക്കിനെ അറിയുന്നതുകൊണ്ട് എങ്ങനെയും ഒന്ന് ഒരാളെ സംഘടിപ്പിച്ചു. ഇതുവരെ ഒരു മുട്ട് നമ്മളൊരു പ്രത്യേകത നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓണം, വിഷു, റംസാൻ 3 ലീവേ ഉള്ളൂ. എല്ലാ ഞായറാഴ്ചകളും നമ്മൾ വർക്കിന്റെയാണ്. അതുപോലെ തന്നെ നേരത്തെ ഒരു പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ കേറ്ററിംഗ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ തുടങ്ങി. കേറ്ററിംഗില് നമ്മളിപ്പോ തുടങ്ങിയത്. പക്ഷെ കേറ്ററിംഗ് ഇന്ന് നമ്മള് പിന്നെ ഏറ്റെടുക്കുന്നതിൽ കുറവുണ്ടോ, അല്ലെ പ്രവീൺ ഹോട്ടലിൽ തന്നെ ചുരുങ്ങിപ്പോയോ എന്നുള്ളൊരു സംശയം. അതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ ആവശ്യപ്പെടുന്നില്ല. അത് പിന്നെ പൊതുജനങ്ങളോട് പറയാനുള്ള വെച്ചാൽ നമ്മള് അതിന് ഈ ഹോട്ടൽ നടത്തിപ്പോയിട്ട് യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിലൊരു ഫുൾ ടീം തന്നെ ഉണ്ട്. അതായത് നോൺ വെജ്, വെജ് അങ്ങനെ കാറ്റഗറിയില് സദ്യ ആയാലും മറ്റുള്ളതായാലും ഏത് ലെവലിൽ വേണം ജില്ലക്കകത്തും പുറത്തും ചെയ്യേണ്ട ഒരു സെറ്റപ്പ് നമുക്ക് സോണിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഓണത്തോടു കൂടി അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നമുക്കിത് നിർത്താം. തീർച്ചയായും പൊതുവായിട്ടൊരു 2 വരി എല്ലാവരോടും കൂടി പറയാൻ എന്താ ഉള്ളത് കസ്റ്റമേഴ്സ്, അതായത് സോണിൽ വന്നവരോടും ഇനി വരാൻ സാധ്യതയുള്ളവരും? അത് നമ്മൾ ഈ വിജയപാതയിൽ പങ്കുചേരുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ ആ വലിയ പ്രതിസന്ധിയിലും അന്നും ഇന്നും നമ്മൾ ഒട്ടി നിൽക്കുന്ന കസ്റ്റമർമാരാണ് ഭൂരിഭാഗം കസ്റ്റമറും. അതുപോലെ തന്നെ നമ്മൾ ജനങ്ങളോട് പറയാൻ വെച്ചാൽ ഭക്ഷണം അതുപോലെ തന്നെ സ്വീകാര്യതയും നമ്മൾ സ്വീകരണവും നല്ലതാണെങ്കിലാന്നല്ലോ നമ്മുടെ അടുക്ക ആള് വരുക. അതിൽ നമ്മളൊരു വിട്ടുവീഴ്ച ഒരു കാരണവശാലും അത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് പറയാൻ ഇനിയും നമ്മളെ ഹോട്ടൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ടേക്ക് വരുവാന്ന് എനിക്ക് പറയാനില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ആതിഥ്യം ഒരു കലയാണ് എന്നതാണ് ഈ ഹോട്ടൽ സോണിൻ്റെ ആപ്തവാക്യം. ഇപ്പോൾ ഈ പ്രവീണിൻ്റെയും ഭാര്യ അഷിതയുടെയും ഒക്കെ സംസാരത്തിൽ നിന്ന് ഈ കാറ്ററിംഗ് എന്ന ചെറിയൊരു സംവിധാനത്തിൽ വീടിൻ്റെ പിന്നിലെ ഒരു ഷെഡിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഒരുപാട് പ്രതിസന്ധികളെ ഇവർ തരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ വീഴാതെ ഇവരെ കാത്തത് ഒന്ന് ഇവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ്, അതോടൊപ്പം ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ്. ഇതിലെല്ലാം ഉപരി എപ്പോഴും ആ ഹോട്ടലിൽ വരുന്നവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ ഹോട്ടൽ സോണിനെ പറ്റി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അതിനൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. അത് എങ്ങനെയൊക്കെ തരണം ചെയ്യണമെന്ന് ഈ ഒരു ഹോട്ടൽ സോണിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു വളർച്ചയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് കൂടിയാണ് പറയാനുള്ളത്. നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.